ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഈശോയുടെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. ഈശോ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നീ ഈശോയുടെ സാന്നിധ്യത്തിലാണെങ്കിൽ, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും നിനക്ക് ഉത്തരമുണ്ട്. ഒന്നും ഒരു കുറവായിട്ട് നിന്നിൽ അവശേഷിക്കുകയില്ല. ഈശോ 5 അപ്പം 5000 പേർക്കായിട്ട് വർദ്ധിപ്പിക്കുന്ന ആ സംഭവം ഒരു ഭക്ഷണത്തിന് സാധ്യതയില്ലാത്ത സ്ഥലമാണ്. അവരുടെ കയ്യിൽ ആ ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയാണ്, വിശന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ ഒരു സൊല്യൂഷൻ സാധാ രീതിയിൽ സാധ്യമല്ല. എന്നിട്ടും ഈശോ അവർക്ക് സമർത്ഥമായിട്ട് അപ്പം വർദ്ധിപ്പിച്ച് നൽകി. വചനം ഇപ്രകാരം പറയുക, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 42-ാം തിരുവചനം. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ഒന്നുമില്ലായ്മയെന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടിയെന്നല്ല പറയുക, അവർ ഭക്ഷിച്ചിട്ട് തൃപ്തരായി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് തൃപ്തി ഉണ്ടാകും. അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയുള്ള കുറവാണെങ്കിലും അത് ദൈവം നിനക്ക് പരിഹരിച്ചു തരും. ഈ ഈശോയെ കൂട്ടുപിടിക്കുവാനും ചേർത്ത് നിൽക്കുവാനും നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ ശക്തിയിൽ നിറയപ്പെടുവാനായിട്ട് വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും തൃപ്തി ഉണ്ടാകുന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഈ വ്യക്തിയെ ഇന്ന ദിവസം സംരക്ഷിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ